ഇന്ത്യയിൽ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന മീ ടു ക്യാമ്പയിനിൽ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിയിരിക്കുന്നത് കേന്ദ്രമന്ത്രിയും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ എം.ജെ. അക്ബർ. 10ഓളം വനിതാ മാധ്യമപ്രവർത്തകരാണ് എം.ജെ. അക്ബറിനെതിരെ ലൈംഗിക ആരോപണവുമായി രംഗത്തു വന്നിരിക്കുന്നത്. രാത്രിയിൽ അഭിമുഖത്തിനായി ഹോട്ടലിലേക്ക് വിളിച്ചുവരുത്തി പീഡിപ്പിച്ചതായുള്ള പ്രിയ രമണി എന്ന മാധ്യമപ്രവർത്തകയുടെ ആരോപണമാണ് അക്ബറിനെതിരെ ആരോപണ പ്രവാഹത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ലൈംഗികാരോപണം നേരിടുന്ന അക്ബർ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസും രംഗത്തുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം തുടരുകയാണ്. വിദേശകാര്യ സഹമന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് മൗനം പാലിക്കുന്നതിനെയും കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നു. ഒരു വനിതാ മന്ത്രി എന്ന നിലയിൽ പ്രത്യേകിച്ചും സുഷമ ഇക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തേണ്ടതാണെന്നും ജയ്പാൽ റെഡ്ഡി പറഞ്ഞു. അക്ബറിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്ന് അഖിലേന്ത്യാ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമീൻ നേതാവ് അസസുദ്ദീൻ ഒവൈസിയും ആവശ്യപ്പെട്ടു. അതിനിടെ അക്ബറിന്റെ രാജിക്ക് മോദിയിലും സമ്മർദ്ദം ഏറെയാണ്. വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി തിരിച്ചെത്താൻ അക്ബറിനോട് BJP നിർദ്ദേശിച്ചതായും സൂചനയുണ്ട്. വോഗ് ഇന്ത്യയിൽ 2017 എഴുതിയ ലേഖനത്തിലാണ് പ്രിയ രമണി തന്റെ മേലുദ്യോഗസ്ഥനിൽ നിന്നും നേരിട്ട ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അന്നത് ആരെന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ മീ ടു ക്യാമ്പയിനിന്റെ ഭാഗമായി അത് എം.ജെ. അക്ബറാണെന്ന് പ്രിയ രമണി വെളിപ്പെടുത്തി. ഇതോടെയാണ് പല കാലങ്ങളിൽ അദ്ദേഹത്തിനു കീഴിൽ പ്രവർത്തിച്ചിരുന്ന വനിതാ മാധ്യമപ്രവർത്തകർ രംഗത്തു വന്നിരിക്കുന്നത്. ഫോഗ് മാസികയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ ഗസാല വഹാബ് ദ വയറിൽ എഴുതിയ ലേഖനത്തിൽ താൻ ഏഷ്യൻ ഏജിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് എം.ജെ. അക്ബറിൽ നിന്നും നേരിടേണ്ടി വന്ന ലൈംഗിക അധിക്ഷേപം വ്യക്തമാക്കുന്നു. തന്റെ സീറ്റ് അദ്ദേഹത്തിനു മുന്നിലേക്ക് മാറ്റിയതും ഔദ്യോഗിക മെയിലിലൂടെ തനിക്ക് ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയച്ചിരുന്നതായും ഗസാല വിശദീകരിക്കുന്നു. 1997 ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ അക്ബർ നിഘണ്ടുവിൽ നിന്നും ഒരു വാക്കിന്റെ അർത്ഥം തിരയാൻ ആവശ്യപ്പെടുകയും അത് ചെയ്തുകൊണ്ടിരിക്കവേ തന്നെ കയറിപ്പിടിച്ചുവെന്നും ഗസാല ആരോപിക്കുന്നു. ഇന്ത്യ ടുഡേയിൽ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ അക്ബറിൽ നിന്നുണ്ടായ ദുരനുഭവമാണ് മറ്റൊരു മാധ്യമപ്രവർത്തകയായ ഷുതാപ പോളിന് പറയാനുള്ളത്. തന്നെ രാത്രിയിൽ കൊൽക്കത്തയിലെ ഹോട്ടൽ മുറിയിലേക്ക് മീറ്റിംഗിനെന്ന വണ്ണം വിളിച്ചു വരുത്തുമായിരുന്നുവെന്ന് അവർ ട്വീറ്റ് ചെയ്തു. ഇതിനു വിസമ്മതിക്കാൻ തുടങ്ങിയതോടെ താൻ എഴുതി കൊടുക്കുന്ന സ്റ്റോറികൾ പ്രസിദ്ധീകരിക്കാതെയായെന്നും ഷുതാപ ആരോപിച്ചു. ഡെയിലി ടെലഗ്രാഫിൽ ഒന്നിച്ചു ജോലി ചെയ്ത സമയത്തെ ദുരനുഭവങ്ങളാണ് സാബ നഖ്വി ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും പരാതിപ്പെട്ട വനിതാ മാധ്യമപ്രവർത്തകരോട് ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകാൻ ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരുന്നതിനെ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി സുഷമ സ്വരാജ് സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. നാഷണൽ ഡെസ്ക്, മറുനാടൻ TV.